നമസ്കാരം. ഞാൻ ഷാനവാസ് വക്കീൽ. ഞാനിന്ന് ഈ വീഡിയോയിൽ വന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ ബാംഗ്ലൂരുള്ള 2 സുഹൃത്തുക്കൾ എന്നെ കാണാൻ വേണ്ടി വന്നു. കേരളത്തിലേക്ക് വന്നു. ഞാനും ബാംഗ്ലൂർ പോകാറുണ്ട്. അവരുടെ വീട്ടിലും ഒക്കെ പോകാറുണ്ട്. അവരുടെ നാട്ടിലൊക്കെ പോയി അവരുടെ സ്ഥലത്തുമൊക്കെ കണ്ടിട്ട് എന്നെ മടക്കി അയക്കാറുണ്ട്. അപ്പോൾ അവർ ഇത് 2ാമത്തെ തവണയാണ് വരുന്നത്. അപ്പോൾ അവർ വന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നതിന് വേണ്ടി നിയമസഭ കാണുന്നതിന് വേണ്ടിയാണ് അവർ വന്നത്. ഈ 2 സ്ഥലത്തും ഞാൻ അതിനകത്ത് ബന്ധപ്പെട്ട ആൾക്കാരുമായി സംസാരിച്ച് അവരെ ഞാനുമായിട്ട് പോയിട്ടുണ്ട്. അപ്പം നിയമസഭയിൽ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. കേരള നിയമസഭയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. ഇതിനു മുമ്പ് പോയിട്ടില്ല. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ നിയമസഭയുടെ ഗ്യാലറിയിലിരുന്ന് കുറേ സമയം ബഡ്ജറ്റിൻ്റെ വിശകലനങ്ങളെ ഒക്കെ കേട്ടു. അവസാനം അവിടെ നിന്ന് മടങ്ങി ഞങ്ങൾ ഇറങ്ങി പുറത്ത് വന്നിട്ട് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സൈഡിൽ കൂടി നടന്ന് സ്പീക്കറുടെ ഓഫീസിൻ്റെ സൈഡിൽ കൂടി വന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നടയിൽ കൂടെ വരുമ്പോൾ നിയമസഭയിലാണ്. മുഖ്യമന്ത്രി ഓഫീസിൻ്റെ നടയിൽ വരുമ്പം കുറഞ്ഞതൊരു 10,000 പേര് അവിടെ ഉണ്ട്. കൊച്ചു കുട്ടികളും വലിയവരും മുതിർന്നവരും ഒക്കെ ആയിട്ട് അപാലവൃത്തം ജനങ്ങൾ അവിടെ ഉണ്ട്. അപ്പം ഞാൻ 1-2 പേരത്തൊക്കെ ചോദിച്ചു എന്തിനു വന്നെന്ന് ചോദിച്ചു. പറയും അട്ടപ്പാടിയിലെ മധുവിൻ്റെ കൊലപാതക കേസിലെ പ്രതികളുടെ വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നു. അതിപ്പോൾ സുപ്രീം കോടതിയിലാണ് ആ കേസ് കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ വന്നു. കൊച്ചുകുട്ടികൾ വരെ ഉണ്ട്. എല്ലാ മതസ്ഥരും ഉണ്ട് അതിനകത്ത്. പ്രതികളുടെ ആശ്രിതരാണ് അവർ നിൽക്കുന്നത്. രണ്ടാമത്തെ ഒരുപാട് പേരെ കണ്ടത് 1-2 അട്ടപ്പാടിയിലെ തന്നെ സ്കൂളിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പറയുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയെ ശ്രദ്ധപ്പെടുത്താൻ വന്നെന്ന് പറഞ്ഞ് 1-2 കുട്ടികളെയൊക്കെ സംസാരിച്ചു. ഒരുപാട് പേര് അവിടെ നിൽക്കുകയാണ് ഇന്ന്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ കാണാം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാർ ഇറങ്ങി വന്നു. പുള്ളി ഇറങ്ങി വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ 2 സൈഡിലും ഭയങ്കര ജനബാഹുല്യമാണ്. ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ ഓരോരുത്തർ നിവേദനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. അതെല്ലാം വാങ്ങിക്കുകയാണ്. തൊട്ട് പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. വേണ്ടപ്പെട്ടത് ചെവിയിൽ പലതും വന്ന് പറയുന്നു. അവരൊക്കെ നോട്ട് ചെയ്യുന്നു. എന്നിട്ട് പ്രൈവറ്റ് സെക്രട്ടറി കൊടുക്കുന്നു. ഇങ്ങനെ വന്ന് ഓഫീസിൻ്റെ ഇടയിൽ വന്നപ്പോൾ അവിടെ വലിയ ക്രൗഡ്. ഞാനതിനെ നോക്കി നിന്ന് അത്ഭുതപ്പെട്ടാണ് ഞാൻ നിന്നത്. ഇത്രയും പേരെ അദ്ദേഹം എൻ്റർടൈൻ ചെയ്യണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ അദ്ദേഹം കാണും, സോർട്ട് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല. കുറച്ച് കഴിഞ്ഞ് ഒരുപാട് പേര് അകത്ത് കയറുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടി അദ്ദേഹവുമായി ഫോട്ടോ എടുക്കാൻ എന്നിട്ട് പോലും അദ്ദേഹം ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുന്നു. ഉച്ചയ്ക്ക് ഊണ് പോലും കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്കത്തെ സെക്ഷനിൽ ലഞ്ച് സെക്ഷനിൽ ഇറങ്ങിയതാണ്. വന്ന് നിൽക്കുന്നു. അതിനിടയ്ക്ക് ഫോട്ടോ എടുക്കുന്നു ഒക്കെ ചെയ്യുന്നു. ഞാൻ എൻ്റെ ഇടത്തൂടെയൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ അവരെയൊക്കെ കാണിച്ച് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഞാൻ തിരിച്ചിറങ്ങി. ഞങ്ങൾ സ്പീക്കറുടെ ഓഫീസിൽ ചെന്നു. സ്പീക്കറുടെ ഓഫീസിൻ്റെ നടയിൽ ചെന്നപ്പോൾ ഇതുപോലെ തിരക്ക് അവിടെയുണ്ട്. സ്പീക്കറുടെ ഓഫീസിൻ്റെ ഇടയിൽ ഒരുപാട് പേര് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1-2 പേര് എന്താ അവിടെ നിൽക്കണമെന്ന് വെച്ചാൽ പറഞ്ഞ് ഞങ്ങൾ 1-2 ആവലാതികൾ ബോധിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാവരുടെ കയ്യിലും നിവേദനങ്ങളുണ്ട്. അപ്പം നിവേദനങ്ങളെല്ലാം അവരെ കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം സ്പീക്കറെ കാണാൻ വേണ്ടി. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ മന്ത്രിമാരുടെയും MLA-മാരുടെ ജനപ്രതിനിധികളുടെയും സമയങ്ങൾ ഏറ്റവും കൂടുതൽ കൊന്നു തിന്നുന്നത് ഈ നിവേദനങ്ങൾ സ്വീകരിച്ച് അതിൻ്റെ നോക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുന്നതാണ്. ഏത് മേഖല എങ്ങോട്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സമയം നശിപ്പിച്ച് കളയുന്നത് ഇവരെല്ലാം. ഇതിനകത്ത് ഇവർക്ക് അറിയാത്തത് കൊണ്ടാണോ അത് അറിഞ്ഞുകൊണ്ടാണോ ഇവർക്ക് ഇതിനെ സംബന്ധിച്ചുള്ള കാര്യം അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനകത്ത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ നിവേദനങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. വോട്ടേഴ്സ് വോയിസ് എന്നാണ് അവരുടെ പേര്. അതായത് ഇവരുടെ ശബ്ദം, വോട്ടർമാരുടെ ശബ്ദം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് കേരളത്തിൽ ആരോഗ്യം ഡെവലപ്പ് ചെയ്ത് ഞാൻ യൂട്യൂബിലും അതിനകത്ത് ഈ പ്ലേ സ്റ്റോറിലൊക്കെ ലഭ്യമാണ് ആ സാധനം. പക്ഷേ അത് സർക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ സർക്കാരിലേക്ക് നമുക്ക് കൊടുക്കുന്ന നിവേദനങ്ങൾ അവിടെ എത്തുകയുള്ളൂ. അപ്പോൾ ഈ നിവേദനങ്ങൾ കൊടുക്കുമ്പോൾ ആ സോഫ്റ്റ്വെയർ സർക്കാർ അപ്രൂവൽ ചെയ്ത് ആ സർക്കാർ അതിലൂടെ ആ വിൻഡോയിലൂടെ ഒരു വിദേശത്ത് നിൽക്കുന്ന ലോകത്തിൻ്റെ ഏത് ദിക്കിൽ നിന്ന് കൊണ്ട് വേണോ അവർക്ക് ഇവിടെ വന്ന് മുഖ്യമന്ത്രിയെ കാണാനോ അല്ലെങ്കിൽ മന്ത്രിമാരെ കാണേണ്ട കാര്യമില്ല. ആ വിൻഡോയിലൂടെ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആ ബന്ധപ്പെട്ട ഏത് MLA ആണോ ആ MLA-യുടെ MP-യുടെ അടുത്തേക്ക് വരും.
അത് അവിടെ നിന്ന് അതോടൊപ്പം തന്നെ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും കയ്യിലെത്തും. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിംഗർ ഓപ്പൺ ചെയ്താൽ മതി, ആ പരാതി എവിടെ പോയി, എങ്ങോട്ട് പോയി, എങ്ങനെ അതിന് പരിഹാരം കണ്ടെത്തി എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിയും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എനിക്ക് കാസർഗോഡുള്ള ഒരു എം എൽ എ, ആ എം എൽ എ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ എന്ത് വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് എനിക്കറിയണമെന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയറിനകത്ത് കയറി ഒന്ന് വിരലമർത്തിയാൽ മതി, അറിയാൻ പറ്റും എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ അവർ ചെയ്തു എന്ന്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ സോഫ്റ്റ്വെയറാണ് വോട്ടേഴ്സ് വോയിസ് എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ, സർക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓഫീസിനിടയിൽ കുമിഞ്ഞുകൂടുന്ന ആൾക്കാർ, നിങ്ങളുടെ മുമ്പിൽ വന്ന് ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാർ, ഇതെല്ലാത്തിനും ശാശ്വതമായ പരിഹാരങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. മുൻ സർക്കാരുകൾ കൊണ്ടുവന്ന് ഓരോ അപേക്ഷകൾ കൊണ്ടുവന്ന് പലയിടത്തും കളഞ്ഞിട്ട് പോയി അവരൊക്കെ ഇങ്ങോട്ടൊക്കെ അയച്ചു, ഏത് രീതിയിൽ അയച്ചു എന്നൊന്നും ആർക്കും അറിയില്ല. അതിന് ഇന്ന് വരെ പരിഹാരം കണ്ടെത്തിയിട്ടില്ലാത്തത് അപേക്ഷകൾക്ക് കോടാനുകോടി അപേക്ഷകൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കെട്ടിക്കിടന്നിട്ടുള്ളതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിനിയെങ്കിലും ഇപ്പോൾ നമ്മുടെ യുഗം മാറി. ഇനി ഈ അപേക്ഷകളുമായിട്ട് വന്ന് മന്ത്രിമാരെ കാണുന്നതിന് പകരം അവർ പുതിയ തലമുറ ന്യൂജൻ പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നിസ്സാരമായി മതി. ഇപ്പോൾ ബെഡ് റിഡനായി കിടക്കുന്ന ആൾക്കാർ അവരെയും കൊണ്ട് നേരെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് പകരം അവരുടെ ഫോട്ടോസ്, ആ കിടക്കുന്ന ഫോട്ടോസ് എടുത്ത് ഈ സോഫ്റ്റ്വെയർ വഴി നിങ്ങൾക്ക് തരാനുള്ള എം.എൽ.എമാർക്കോ ഏത് ജനപ്രതിനിധികൾക്കും അത് ആ സോഫ്റ്റ്വെയർ ഉൾക്കൊള്ളാൻ കഴിയുന്നതും സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ളതാണ്. ആ കൊടുക്കുന്ന പരാതി ആ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എം.എൽ.എ അയച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി ശരിക്ക് മുഖ്യമന്ത്രിയുടെ കയ്യിലും പോകും. അതിൻ്റെ സോഫ്റ്റ്വെയറിലൂടെ അത് പോകും. പക്ഷെ അവിടെ ചെന്നിട്ട് ആ എം.എൽ.എക്ക് ഇന്ന ആൾ തന്ന പരാതി എന്തായി എന്ന് ചോദിക്കാൻ അവസരം ഈ സോഫ്റ്റ്വെയറിലൂടെ കഴിയും. ഇന്ന സമയത്ത് തന്ന ഒരു പരാതി എന്ത് തീർപ്പ് കൽപ്പിച്ചു എന്ന് ഉദ്യോഗസ്ഥരോട് ചോദിക്കാൻ ഈ സോഫ്റ്റ്വെയർ മുഖേന കഴിയുമെന്നുള്ളതാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത. ഞാനതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സുകൾ നോക്കി. ഇന്ന് കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ആ വോട്ടേഴ്സ് വോയിസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആ സോഫ്റ്റ്വെയറിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ തിരക്ക് കുറയും, നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഇതിനേക്കാൾ അപ്പുറത്തെ രീതിയിൽ ഒരുപാട് വിലപ്പെട്ട സമയങ്ങൾ മറ്റു മേഖലകളിലേക്ക് വിനിയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ നിയമസഭാ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് സർക്കാരിനെ ഡീഫെയിം ചെയ്യാൻ പറ്റില്ല. അതിനകത്തൂടെ സർക്കാർ ഇന്നതുപോലെ ചെയ്തു, ഇന്നതുപോലെയാണ് ചെയ്തില്ല, ഇന്നതുപോലെ ഡീഫെയിം ചെയ്യാൻ ഒരു കാരണവശാലും പറ്റില്ല. നിങ്ങളുടെ നിവേദനങ്ങൾ, നിങ്ങളുടെ പരാതികൾ, നിങ്ങളുടെ ആവലാതികൾ ഇതൊക്കെ യഥാസമയം ബോധിപ്പിക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയറാണ് വോട്ടേഴ്സ് വോയിസ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ. അതിലൂടെ നിങ്ങൾക്ക് ആവലാതികൾ പറയാം. ലോകത്തിൻ്റെ ഏത് ദിക്കിലിരുന്ന് കൊണ്ട് വേണോ നിങ്ങൾക്ക് പരാതി അയക്കാം. ആ പരാതിയുടെ റിപ്ലൈ നിങ്ങൾക്ക് വരും. ഈ പരാതി എന്തായി, ആ അപേക്ഷ കൊടുത്തത് എന്തായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് ആ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സർക്കാർ ആ സോഫ്റ്റ്വെയർ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ജനപ്രതിനിധികളോ ഏതെങ്കിലും വ്യക്തികളോ ഈ വോയിസ് കേൾക്കുന്നു എങ്കിൽ ദയവായി അത് ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, പറയുക. ഇത് പരമാവധി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ് ഭരണകർത്താക്കളുള്ളത്. ആ ഭരണകർത്താക്കളെ നമ്മൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ഒരുപാട് നിവേദനങ്ങളുമായിട്ട് പോകുന്നു. ആർക്കും നിവേദനങ്ങളും പരാതികളും ഇല്ലാത്തവരാരുമില്ല, എല്ലാവർക്കുമുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് വിഷമതകളും ദുഃഖങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കും പറയാൻ ഒരുപാടുണ്ട്. അവർക്കും പറയുന്നത് കേൾക്കാനും ഒരുപാട് സമയക്കുറവാണ് ജനപ്രതിനിധികൾക്ക്. അതിപ്പോൾ പഞ്ചായത്ത് തലം മുതൽക്ക് ലോക്സഭയിൽ വരെ ഈ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എന്നാൽ നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയും. അത് വേറെ ഏതെങ്കിലും മേഖലകളിലേക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഈ പരാതികൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു പരാതി ആ ബന്ധപ്പെട്ട എം.എൽ.എമാർക്കാണ്, 140 എം.എൽ.എമാർക്കും ആ പരാതികൾ അയക്കാൻ കഴിയും. അതിന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും. അത് മുഖ്യമന്ത്രി കണ്ടിട്ട് ഇപ്പോൾ ഒരു 2 മാസത്തിന് മുമ്പ് ഒരു പരാതി ഇന്ന സ്ഥലത്ത് നിന്ന് തന്ന പരാതി എന്തായി എന്ന് അതിലൂടെ തന്നെ മുഖ്യമന്ത്രിക്ക് ചോദിക്കാൻ കഴിയും, എം.എൽ.എക്കും ചോദിക്കാൻ കഴിയും, എം.പി മറ്റുള്ള മന്ത്രിമാർക്കും ചോദിക്കാൻ കഴിയും. ഇതാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ന് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറുക. നിവേദനങ്ങളും പരാതികളുമായിട്ട് ഇങ്ങനെ ഈ മന്ത്രിമാരുടെ ഓഫീസിന് മുന്നിൽ വന്ന് കെട്ടിക്കിടക്കുന്ന അവസ്ഥ. അട്ടപ്പാടിയിൽ നിന്ന് വന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരുടെ കുടുംബങ്ങൾ വന്നിട്ട് ഇന്ന് 3 ദിവസമായി വന്നിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ പറ്റിയില്ല, അത് ഇന്നെങ്കിലും കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവിടെ ഇതിനകത്ത് പാസ് കിട്ടിയെന്ന് പറഞ്ഞ് അവർ പറയുന്ന ഒരവസ്ഥ.
ഇതുപോലെ വിവിധ സ്ഥലങ്ങൾ ലോകത്തിലെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ പള്ളിയിലെ അച്ഛന്മാർ വരെ, പള്ളിയിലെ ഇമാമിയങ്ങൾ വരെ, അമ്പലത്തിലെ പൂജാരി വരെ, സ്വാമിമാർ വരെ അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ അതിനുശേഷം വന്നിട്ട് ഞാൻ ഇതിനകത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എല്ലാവരും മുൻകൈ എടുക്കണമെന്നും അത് ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.